ഇവിടെ ഒരു ലേഡി ബസ്സിൽ യാത്ര ചെയ്യുന്നു. അപ്പോൾ അവളുടെ അടുത്ത് വയസ്സായ ഒരാൾ വന്ന് നിൽക്കുന്നു. അത് കണ്ട് ബസ്സിലുണ്ടായിരുന്ന ഒരു ലേഡി അവളോട് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ പറയുന്നു. പക്ഷെ അവർ പറയുന്നതൊന്നും കേൾക്കാത്തതുപോലെ ഇരിക്കുന്നു. അതുകൊണ്ട് ആ ലേഡി അവളോട് ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. സമയം പോകുന്തോറും ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും അവളോട് ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു. അതേസമയം അവിടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണ് അവിടെ നടക്കുന്ന എല്ലാ കാര്യവും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവൾ ഒന്നിനും റിയാക്ട് ചെയ്യുന്നില്ല. അതിനുശേഷം കുറച്ചുനേരം കഴിഞ്ഞ് അവൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു. ഇപ്പോൾ ആ വീഡിയോ എടുത്ത പെണ്ണ് ഒരു റിപ്പോർട്ടർ ആയതുകൊണ്ട് ഈ വിഷയം ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്ത് വൈറലാക്കുന്നു. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് മോശമായി കമന്റ് ചെയ്യുന്നു. അതുമാത്രമല്ല ന്യൂസ് ചാനൽസ് ഈ വിഷയത്തെ വലുതാക്കുന്നതിനായി അന്ന് ബസ്സിലുണ്ടായിരുന്ന എല്ലാവരുടെയും ഇന്റർവ്യൂ എടുക്കുന്നു. ദിവസം പോകുന്തോറും ഈ വിഷയം വലുതായി അവളുടെ പേഴ്സണൽ ഇഷ്യൂസ് വരെ സോഷ്യൽ മീഡിയയിൽ വരുന്നു. ഒരു ഘട്ടത്തിൽ അവൾക്ക് ഈ പ്രഷർ സഹിക്കാൻ കഴിയാതെ തന്റെ ജീവിതം അവസാനിപ്പിക്കുന്നു. പക്ഷെ മരിക്കുന്നതിന് മുൻപ് അവളുടെ മുഴുവൻ സ്വത്തും ഒരു ഓർഫനേജിന് എഴുതി കൊടുക്കുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് അന്ന് ബസ്സിൽ വരുന്നതിന് മുൻപ് അവൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഡോക്ടർ അവൾക്ക് ക്യാൻസർ ആണ്, ഉടനെ അഡ്മിറ്റ് ആവാൻ പറയുന്നു. അത് കേട്ട് മനസ്സ് തകർന്നവൾ ഡോക്ടർ പറഞ്ഞതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടാണ് ബസ്സിൽ വന്നത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞതിനൊന്നും റിയാക്ട് ചെയ്യാതിരുന്നത്. അതറിയാതെ സമൂഹം ഒരു നിരപരാധിയായ പെൺകുട്ടിയെ ഇല്ലാതാക്കിയിരിക്കുന്നു.